ആത്മീയരായ സുഹൃത്തുക്കളെ, പ്രിയ കലാ കുടുംബാംഗങ്ങളെ, അതിഥികളെ, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇനിയൊരു മുഖവര ആവശ്യമില്ലാത്തത്ര ഉയരത്തിൽ നമ്മുടെ മനസ്സിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ ഒരു മകളെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അക്ഷര നഗരിയായ കോട്ടയത്തു നിന്നും മെട്രോ നഗരമായ കൊച്ചിയിലേക്ക് മാറി താമസിക്കുന്ന ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി കേരളത്തിൻ്റെ അഭിമാനമാണ്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ രാജകുമാരിയാണ്. പലപ്പോഴും നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശരീരത്തിൻ്റെ സൗന്ദര്യമാണെന്ന് കരുതുമ്പോഴും നമുക്കറിയാം, മിസ് വേൾഡിലൊക്കെ പറയുന്നത് ബ്യൂട്ടി വിത്ത് പർപ്പസ് എന്നാണ്. മിസ് യൂണിവേഴ്സിൽ പറയുന്നത് ബ്യൂട്ടിഫുള്ളി കോൺഫിഡൻ്റ് എന്നാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി വിത്ത് ഇൻ്റലിജൻസ് ആണ്. എങ്ങനെയാണ് അവരുടെ ബൗദ്ധിക നിലവാരം എന്ന് കൂടി വളർന്നിട്ടാണ് പലപ്പോഴും സൗന്ദര്യ അല്ലെങ്കിൽ ഇതുപോലെ മിസ് വേൾഡിനെയും മിസ് യൂണിവേഴ്സിനെയും മിസ് ഇന്ത്യയെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. അവിടെ കേവലം ശരീരത്തിൻ്റെ സൗന്ദര്യം മാത്രം അല്ല എന്നുള്ള കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. എത്ര കഠിന പ്രയത്നത്തോടുകൂടി IAS പ്രിലിമിനറിയും അതുപോലെ പരീക്ഷകൾ പാസ്സായാലും ആ ഇൻ്റർവ്യൂവിൽ കടന്നു കിട്ടിയാൽ മാത്രമേ IAS അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നതുപോലെയുള്ള വലിയ ഭാഗ്യനിത പ്രയത്നം തന്നെയാണ് ഈ ടൈറ്റിലിന് മുന്നിലുള്ളത്. ശരിക്കും ഒരു വലിയ ഓൺട്രപ്രനറാണ്, അതുപോലെ തന്നെ മോഡലാണ്, ഒരു സ്റ്റുഡൻറ് ഓഫ് എ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ്. ശരിക്കും വേണമെങ്കിൽ പറയാം, ഒരു സ്റ്റുഡൻ്റ് ആണ്, അതുപോലെ തന്നെ വലിയൊരു ഗ്ലോബൽ സ്റ്റാർട്ടപ്പിൻ്റെ ഓൺട്രപ്രനർ കൂടിയാണ്. ഇപ്പോൾ PG ചെയ്യുന്നത് ജേർണലിസത്തിലും മാസ് കമ്മ്യൂണിക്കേഷനുമാണ് SRM കോളേജ് ചെന്നൈയിൽ. അതിനേക്കാൾ ഏറെ എനിക്കൊക്കെ സന്തോഷമുള്ളത് പ്രൊഫസർ ബേബി മരി സാറിൻ്റെയും എൻ്റെയും ഒക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായ ഡോക്ടർ ജോൺസന്റെ വിദ്യാർത്ഥിയായി തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ BA സോഷ്യോളജി ചെയ്ത കുട്ടി കൂടിയാണ് നമ്മുടെ മുഖ്യ അതിഥി എന്ന് പറയുന്നൊരൊത്തിരി സന്തോഷം ഉണ്ട്. അതുപോലെ നല്ലൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷണൽ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി അഡ്വൈസർ കൂടിയാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച് യൂട്യൂബുകളൊക്കെ കണ്ടപ്പോൾ ഹർഷയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ആ കോൺഫിഡൻസോടുകൂടി പറഞ്ഞ ചില വാചകങ്ങളാണ്. ബ്യൂട്ടി ഈസ് നോട്ട് സംതിങ് ഓഫ് ദ സ്കിൻ ബട്ട് ഇറ്റ് റേഡിയേറ്റ്സ് ഫ്രം വിത്തിൻ. വെറും സൗന്ദര്യം ശരീരത്തിൻ്റെ മാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ധാതുക്കളാണ് സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്നതെന്ന് സ്വന്തമായ വാക്കുകളാണ്. അതുപോലെ തന്നെ പറഞ്ഞാണ് ബി എംപതറ്റിക് ആൻഡ് പവർഫുൾ. ദാറ്റ് ഈസ് ഹർ സ്ലോഗൻ. എംപതറ്റിക്, ടു എംപതൈസ് വിത്ത് അവർ ഓൺ സൊസൈറ്റി. ആ ഒരു തന്മയ ഭാവം കാണിക്കുക, താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളൊരു സവിശേഷ സ്വഭാവവും കൂടി ഈ കുട്ടിക്കുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ടു ഇൻസ്പയർ, ടു എഡ്യൂക്കേറ്റ് ആൻഡ് ടു ലവ്. ഈ 3 ക്യാപ്റ്റൻസും ഒരു കാലത്തും മറക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ബൗദ്ധിക നിലവാരം, ഇന്റലിജൻസ് കൂടി സൗന്ദര്യത്തിൻ്റെ കൂടെ ചേർത്ത് കിട്ടിയ ഒരു വലിയ ഭാരതത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ രാജകുമാരിയാണ് ഇന്ന് മുഖ്യ അതിഥിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. If I mention the achievements in the field of modeling, നമുക്ക് പറയാം ലുലു ബ്യൂട്ടി ക്വീൻ ഓഫ് 2022. നമുക്ക് ആദ്യത്തെ പരാജയത്തിന് ശേഷം ഭാരതം ചന്ദ്രയാനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കി ലോകത്തിന് മുന്നിൽ നെറുകയിൽ 4ാമത്തെ രാജ്യമായിട്ട് തല ഉയർത്തി പിടിച്ചിരുന്നത് 2022 അതേ 2022 തന്നെയാണ് ലുലു ബ്യൂട്ടി ക്വീൻ ഓഫ് 2022 ആയിട്ട് ഹർഷ ശ്രീകാന്ത് ടൈറ്റിൽ നേടിയിരിക്കുന്നത്. 2023 പിന്നീട് ഒരു ജൈത്ര യാത്രയായിരുന്നു, മിസ് ക്വീൻ കേരള റണ്ണറപ്പ്. അതിനുശേഷം പിൻവാങ്ങുകയല്ല ചെയ്തത്. ആൻഡ് ഷിമാട്ടി യങ് ഫേസ് ഓഫ് ദ ഇയർ 2023 അതും നേടി. പിന്നീട് മിസ് സൗത്ത് ഇന്ത്യ 2023 3 ടൈറ്റിലുകളാണ് ഒരേ വർഷം തന്നെ കിട്ടിയത്. പക്ഷെ അവിടെ കൊണ്ടും തൻ്റെ പ്രയത്നം നിർത്തിയില്ല. അങ്ങനെ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ 2024 എന്ന ടൈറ്റിൽ നേടിയിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതിനൊരു ലക്ഷ്യം വർഷക്കുണ്ട്. അത് മിസ് ഗ്ലാം വേൾഡ് ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണെന്ന് ഞാൻ അറിയുന്നു. അത് സത്യത്തിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകണം. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യ അതിഥി മാതാപിതാക്കളായ ശ്രീകാന്ത് സാറിനോടും സീമ മാഡത്തോടും ഒപ്പം ജീവിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ മുഖ്യ അതിഥി മിസ് ഹർഷ ശ്രീകാന്തിനെ എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ധന്യവാദം.